ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മ എന്നിലൂടെ മറ്റൊരാളുടെ ജീവിതത്തിൽ, ഒരു അന്യമതസ്ഥൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു സംഭവമാണ്. ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷനായിട്ട് പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. രാത്രിയിലായിരുന്നു ട്രെയിന്. ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ചെക്ക് ചെയ്തപ്പോഴത്തേക്കുമാണ് കാണുന്നത് ട്രെയിൻ ഓൾറെഡി രാത്രിയിലായിരുന്നു, എന്നിട്ടും 4 മണിക്കൂർ ഡിലേ ആണ്. അതായത് 10:30-ക്കുള്ള ട്രെയിന് ഒരു 2:30 ആകുമ്പോൾ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ വല്ലാണ്ട് വെറിയായി. കാരണം പാസ്പോർട്ട് വെരിഫിക്കേഷന് 8:30 ആകുമ്പോഴത്തേക്കും ഓഫീസിൽ ചെല്ലണം. താനും ട്രെയിന് കറക്റ്റ് സമയത്ത് ആ സ്റ്റോപ്പിലെത്തിയില്ലെങ്കിൽ എത്താനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ ഇത്രയും മണിക്കൂർ ഡിലേ, 4-5 മണിക്കൂർ ഡിലേ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും എനിക്ക് കുറച്ച് ലഗേജൊക്കെ ഉണ്ടായിരുന്നു, കുറേ ലഗേജ്, 2-3 ലഗേജ് ഉണ്ടായിരുന്നു. ഞാൻ അന്നത്തെ വൈകുന്നേരത്തെ, പോകുന്നതിൻ്റെ അന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ, അങ്ങയുടെ പദ്ധതിക്കനുസരിച്ച് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് നേരെ ലഗേജൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം പ്ലാറ്റ്ഫോം എനിക്ക് സെക്കൻഡ് പ്ലാറ്റ്ഫോമായിരുന്നു കിട്ടിയത്. അവിടെ ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു. ഞാൻ കണ്ട ഒരു 4-5 പേർക്കാണെങ്കിൽ ബോധവുമില്ലായിരുന്നു, വെള്ളമടിച്ച് കിടക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് അല്പമെങ്കിലും ബോധമുള്ള ഒരാൾ എണീറ്റിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ, നീ ഏത് ട്രെയിനിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ ട്രെയിനിൻ്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അത് വല്ലാതെ ഡിലേ ആവും, 2:30 ആവും വരുമ്പം. കൊച്ച് ആളുള്ളിടത്ത് ഇവിടെ ആ ലൈറ്റിൻ്റെ കീഴെ വല്ലതും പോയിരുന്നോ, അതായിരിക്കും കൊച്ചിന് നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ലൈറ്റിൻ്റെ കീഴെ വന്നിരുന്നു. ഒരൊറ്റ മനുഷ്യൻ ചുറ്റിനുമില്ലായിരുന്നു. ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ വെള്ളമടിച്ച് കിടന്ന് ഉറങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. 4 പേര് കണ്ട് കിടന്ന് ഉറങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, അല്ലാതെ ഒരാൾ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പതിവ് പോലെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു, നന്മമരത്തിൻ്റെ മീറ്റിംഗ് ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പം ഒരു താടിയൊക്കെ വളർത്തി, കണ്ണൊക്കെ ചുമന്നിട്ട്, ഒരിച്ചിരി തടിച്ചിട്ട്, ഒരു അന്യമധ്യസ്ഥനായ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഇരുന്നു. ഞാൻ ഇരുന്ന് ആ സ്ലാബിൽ തന്നെ വന്നിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഒരു ബാഗൊക്കെ ഉണ്ട്, വല്ലാണ്ട് ക്ഷീണിച്ചായിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒന്നും മൈൻഡാക്കാത്ത രീതിയിൽ, അപരിചിതനല്ലേ, നമുക്കങ്ങനെ സംസാരിക്കാൻ ഒരു താല്പര്യം കാണില്ലല്ലോ, മൈൻഡാക്കാത്ത രീതിയിൽ ഇയർഫോൺ വെച്ച് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇവിടെ അടുത്ത ആശുപത്രി എവിടെയാ ഉള്ളതെന്നും കണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഊരിയ ഇയർഫോൺ പെട്ടെന്ന് എടുത്ത് കുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചേട്ടൻ ചോദിക്കുക, മോള് നേഴ്സാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെയും ഊരിയ ഇയർഫോൺ, ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ഇയർഫോൺ ഊരിയിട്ട് പിന്നെ അതേന്ന് പറഞ്ഞിട്ട് ഞാൻ കുത്താനായിട്ട് പോയി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, താല്പര്യമില്ലെങ്കിൽ, സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, അതിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടൻ്റെ വിഷമങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്തപ്പം ചേട്ടനൊരു മാനസിക രോഗിയാണ്. മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉറക്കമൊന്നുമില്ല, വല്ലാത്തൊരവസ്ഥയായി പോയിട്ട് ചേട്ടനിങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ പിന്നെ ഇപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ, അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ കുറിപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കൊച്ചു നേഴ്സാണെങ്കിൽ, എനിക്ക് അക്ഷരമൊക്കെ വായിക്കാൻ അറിയാം, കൊച്ചു നേഴ്സാണെങ്കിൽ എനിക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞറിയുന്നോർത്തിട്ട് ഞാൻ ആ കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അക്ഷരം മനസ്സിലാവുന്നില്ല. എൻ്റെ എഴുതിയേക്കുന്നത് ആകെപ്പാടെ സ്ലീപ്ലെസ്നെസ് മാത്രം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ എഴുതിയേക്കുന്നത് സ്പീഡിൽ എഴുതിയതുകൊണ്ട് മനസ്സിലാവുന്നില്ല വായിച്ചിട്ട്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചേട്ടന് ഇതുണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ, ഈ മാനസിക രോഗത്തിലേക്ക് വരാനുള്ള കാരണങ്ങളൊക്കെ പയ്യെ ഇരുന്ന് അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ്റെ ഭാര്യ, ചേട്ടന് സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. 30 വയസ്സ് വരെ കണ്ട് ഗൾഫിലായിരുന്നു. 18-ാം വയസ്സിൽ ഗൾഫിൽ പോയതാണ്. നന്നായി അധ്വാനിച്ച് ലോറി വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, 2 നില വീടുണ്ട്, എല്ലാം സമ്പാദിച്ച് 30-ാം വയസ്സിൽ ചേട്ടന് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന്, തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന്, മലയാളി തന്നെയാണ്, വിവാഹം ചെയ്തു.
വിവാഹം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ്റെ അച്ഛനെയും അമ്മയെ പറ്റിയെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുത്തു. ചേട്ടൻ അതൊക്കെ ഭാര്യയോടുള്ള സ്നേഹത്തെപ്പറ്റി വിശ്വസിച്ചു. അങ്ങനെ ഭാര്യ ഗർഭിണിയായി, ഒരു 6 മാസം പ്രായമുള്ള കൊച്ചൊക്കെ ആയി. അങ്ങനെ അവസാനം ഭാര്യയുടെ ഉപദേശം കേട്ട് ഭാര്യയോടുള്ള സ്നേഹത്തെ പ്രതി അച്ഛനെയും അമ്മയൊക്കെ തള്ളിപ്പറഞ്ഞ് ഈ ചേട്ടനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭാര്യ വീട്ടിലേക്ക്, അതായത് മറ്റൊരു സംസ്ഥാനത്ത്, തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്ത്, മലയാളീസാണ് അവർ, മറ്റൊരു സംസ്ഥാനത്ത് പോയി താമസിക്കുകയാണ്. താമസിച്ചു കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഭാര്യ ഏശി കൊടുക്കുവാണ് ഭാര്യ വീട്ടിലുള്ള കാര്യങ്ങളും. ഭാര്യയുടെ ആങ്ങളുടെ എടുത്ത് ഒരു ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് റെക്കമെൻഡ് ചെയ്തു, ഈ ഭാര്യ റെക്കമെൻഡ് ചെയ്തു. അത് പ്രകാരം ഭാര്യയുടെ ആങ്ങളുടെ ഒരു കമ്പനിയോ മില്ലോ എന്തോ ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ എന്നും അവിടെ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെയും ഭാര്യ ഏശി കൊടുത്തു. ആങ്ങളയോട് എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഇത്ര ശമ്പളം പോരാ, ശമ്പളം കൂട്ടി കൊടുക്കണമെന്ന്. ഈ ചേട്ടൻ ഇതറിയുന്നത് ആങ്ങള വന്നിട്ട് അത് ഇടപെട്ട് പറയുമ്പോഴാണ്. അതായത്, മോനെ, ശമ്പളം കൂടുതൽ വേണമെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും ജോലിക്ക് വെക്കോ, എനിക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് അറിയുന്നത് ഭാര്യ ഇങ്ങനെ ചെന്ന് പറഞ്ഞായിരുന്നു എന്ന്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം ഭാര്യ ഇങ്ങനെ ഏശി കൊടുത്ത് മദ്രാസിൽ ഒരു ജോലിക്ക് വിട്ടു. മദ്രാസിൽ ജോലിക്ക് വിട്ടു. പാവം ആ ഭാര്യയോടുള്ള സ്നേഹത്തെ പറ്റി വിശ്വസിച്ച് മദ്രാസിലേക്ക് പോകുന്നു. പോയി കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭാര്യയില്ല, കൊച്ചുമില്ല. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തുള്ള അയലോകത്ത് താമസിക്കുന്ന ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഭാര്യയുടെ വീട്ടുകാരോട് ചോദിക്കുക, നിങ്ങളിതൊന്നും അറിയുന്നില്ലേ, എന്താ ഇത് ചെയ്തത്? അപ്പോൾ പറയുക, വിവാഹത്തിന് മുന്നേ ഉള്ള ഒരു പ്രണയമായിരുന്നു, ഇവരുടെ വിവാഹത്തിന് മുന്നേ ഉള്ള പ്രണയമായിരുന്നു ഇതെന്ന് അവരും പറയുന്നു. അപ്പം അവസാനം വന്നു കഴിയുമ്പോൾ ചേട്ടന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഭാര്യ പോയതിലല്ല, ചേട്ടൻ്റെ ആ 6 മാസം പ്രായമുള്ള ആ കൊച്ചും കൂടി പോയല്ലോ, അത് ഓർത്തിട്ടാണ് ചേട്ടന് വലിയ വിഷമം. അപ്പോൾ ചേട്ടന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചേട്ടന് പോകാൻ ഒരു ഇടവില്ല. ഭാര്യ ഒളിച്ചോടി പോയേക്കുന്നതാണെങ്കിൽ ചേട്ടൻ സമ്പാദിച്ചുണ്ടാക്കിയ എന്തോ വണ്ടികളൊക്കെ 2 വണ്ടിയായിട്ടോ കണ്ടാണ് പോയിട്ടുള്ളത്. ചേട്ടനെ കയറി ചെല്ലാൻ ഒരിടമില്ല. ആകപ്പാടെയുള്ള അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞിട്ട് ഇറങ്ങി വന്നു. പിന്നെ ഭാര്യയാണെ പോവുകയും ചെയ്തു. അപ്പോൾ വല്ലാത്തൊരു സങ്കടത്തിലാണ് ചേട്ടൻ ഇരിക്കുന്നത്. ചേട്ടൻ്റെ സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഭാര്യയെ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയയാൾ എൻ്റെ പെൺകുട്ടിയാണ് എനിക്കുള്ളത്. ആ കുട്ടി 10 വയസ്സ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഇരുന്ന് കഴിയുമ്പോൾ ആ പെൺകുട്ടിയോടുള്ള ഇപ്പോൾ ഉള്ള അയാളുടെ സമീപനം എന്തായിരിക്കും, ഇപ്പോൾ ഒളിച്ചോടി കൊണ്ടുപോയ ആളുടെ സമീപനം എന്തായിരിക്കും എന്നോർത്താണ്, ആ പെൺകുട്ടിയെ ഓർത്താണ് ഈ അദ്ദേഹത്തിന് വളരെ വലിയൊരു വിഷമം. അപ്പോൾ പിന്നെ പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് ഇരിക്കുന്നിടത്ത് നയിക്കുന്നു, വല്ലാണ്ട് ദേഷ്യപ്പെടുന്നു. എനിക്കാണെങ്കിൽ പേടിയായിപ്പോയി കേട്ടോ. കാരണം ഈ ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാര്യ എന്ന് ഓർത്ത് തന്നെ ഞാൻ കൊല്ലാനോ അടിക്കാനോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ ഇല്ലതാനും. അപ്പോൾ എനിക്കൊരൊറ്റ കാര്യമുള്ളായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ജപമാല ചൊല്ലാം എന്ന് പറഞ്ഞു. കാരണം ജപമാല ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചേട്ടൻ എന്നെ തൊടാൻ പോലും പറ്റില്ലെന്ന് എനിക്ക് 100%. അത് ഏത് ഉദ്ദേശത്തോടെ വന്നതാണെങ്കിലും അല്ലാതെ വന്നതാണെങ്കിലും ശരി, എന്നെ തൊടാൻ പറ്റില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ആദ്യം കൗണ്ടറൊക്കെ ഇനി കോൺട്രാസ്റ്റായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം പറഞ്ഞു, ഞാനിങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു, അന്യമതസ്ഥനാണ് എങ്കിൽ പോലും ചേട്ടൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ബൈബിളുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്, ഞാൻ ബൈബിളൊക്കെ വായിക്കും, ഞാൻ എന്നും പോയി നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. പിന്നെ ഞാൻ ട്രെയിനിൽ സഞ്ചരിച്ചപ്പോഴത്തേക്കും എന്നോടൊരു ബ്രദർ പറഞ്ഞു, നന്മ നിറഞ്ഞ മറിയം ഒന്നും ചൊല്ലിയിട്ട് കാര്യമില്ല, മാതാവൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എതിർത്ത് സംസാരിച്ചു, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം പറഞ്ഞ്, ചേട്ടാ അങ്ങനെ പറയല്ലേ, മാതാവില്ലെന്ന് പറയരുത്, എനിക്ക് 100% ഉറപ്പാണ്, മാതാവിലൂടെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് മാതാവിൽ നിന്ന് ലഭിച്ച ഗ്രേസുകളെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങി. ചേട്ടന് നന്മ നിറഞ്ഞ മറിയം മാത്രമേ അറിയത്തുള്ളായിരുന്നു. എങ്കിൽ പോലും ആ ചൊല്ലേണ്ടിയ രീതികളൊക്കെ ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ രഹസ്യം അന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ രഹസ്യം ഞാൻ ചേട്ടനോട് പറഞ്ഞു,
നമുക്ക് ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയാണ് വേണ്ടിയത്. നമ്മുടെ നിയോഗങ്ങളെക്കാൾ ഉപരി നമ്മൾക്ക് വിശുദ്ധിയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധരോട് മധ്യസ്ഥ അപേക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നത്? അവർ വിശുദ്ധരായതുകൊണ്ടാണ്, അവരുടെ മനസ്സ് നിഷ്കളങ്ക, അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ വേഗം കേൾക്കുമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരുടെ അടുത്ത് പോയി മധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പം ഈശോയോട് നേരിട്ട് പറയുന്നതിനേക്കാൾ വേഗത്തിൽ പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ ഒരു കാര്യം എത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധി കൊണ്ടാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളെ വിശുദ്ധി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രാർത്ഥനകളും ദൈവം അതിവേഗത്തിൽ കേൾക്കും. നമുക്ക് സാധിച്ചു തന്നില്ലെങ്കിൽ പോലും അതിന് ഉത്തരം ലഭിക്കും. അതെന്തുകൊണ്ടാണ് അത് നടക്കാതെ പോയതെന്നുള്ള വ്യക്തമായ അടയാളങ്ങളൊക്കെ ദൈവം തരും എന്തെങ്കിലും രീതിയിൽ. അങ്ങനെ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റ് രഹസ്യം, അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ചേട്ടൻ പറയുക, എനിക്ക് പാപമൊന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടനിങ്ങനെ ഉള്ളിൽ നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ, നമുക്ക് അതൊരു പാപമാണ്. നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഒരു പാപമാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, അതൊരു പാപമാണ്. നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചില്ലെങ്കിൽ അതൊരു പാപമാണ്. ചേട്ടന് ഈ നിമിഷം വരെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ളതിൽ അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞത് അതൊരു പാപമാണ്. അങ്ങനെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രഹസ്യത്തിൽ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പം ചേട്ടനത് ഓർത്ത് ഈശോയുടെ മാപ്പ് ചോദിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടനെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഭാര്യയും ഒക്കെ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ നന്മ നിറഞ്ഞ മറിയം വെറുതെ ചൊല്ലിവിടാതെ ഓരോ നന്മ നിറഞ്ഞ മറിയവും അർത്ഥം പറഞ്ഞ് ചൊല്ലാനായിട്ട് ഞാൻ പറഞ്ഞു. ചേട്ടന് അന്യമതസ്ഥനാണെങ്കിൽ പോലും ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട് ഓടി നടന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങിയ ആളാണ്. അപ്പോൾ മാതാവ് ആരാന്നും ഒക്കെ ആ ചേട്ടൻ അറിയായിരുന്നു കേട്ടോ. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ, ഞാൻ ചേട്ടന് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കണം, മാതാവ് എത്രത്തോളം നന്മ നിറഞ്ഞ, അത്രമാത്രം പുണ്യം ചെയ്തയാളാണ്, അത്രമാത്രം നല്ലവളാണ്. അതുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന്. സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ആ പറയുന്ന രംഗം നമ്മൾ കാണണം. എന്നിട്ട് ആ മാലാഖയോട് കൂടെ വേണം നമ്മളിങ്ങനെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയെന്ന് നമ്മൾ മാതാവിനോട്, മാതാവ് അങ്ങനെ ഗർഭിണിയായിട്ട് നിൽക്കുന്നതും കൈകൂപ്പി നിൽക്കുന്നതൊക്കെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാതാവിനെ കാണണം എന്ന് പറഞ്ഞു. സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീത, അതായത് ഈ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളതാണ് മാതാവ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ ഉണ്ടായിരിക്കുന്ന ഈശോ അനുഗ്രഹീതനാണ്, ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതനാണ് എന്നും പറഞ്ഞ് ആ ഒരു ആശംസ കൊടുക്കുവാണ്, വിഷ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ വിഷ് ചെയ്യുമ്പോഴത്തേക്കും ദൂതൻ്റെ കൂടെ വേണം ഇങ്ങനെ വിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ ചേട്ടനെ പറഞ്ഞു കൊടുത്തു, നന്മ നിറഞ്ഞ മറിയം എങ്ങനെയാണ് അർത്ഥം അറിഞ്ഞ് ചൊല്ലേണ്ടതെന്ന്. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പം നമ്മൾ മനസ്സിലാക്കണം, മാതാവ് എത്രയധികം പുണ്യം ചെയ്തയാളായതുകൊണ്ടാണ്, എത്രയധികം ചിന്തകളിൽ പരിശുദ്ധയായതുകൊണ്ടാണ്, എത്രയധികം പ്രവൃത്തികളിലും എല്ലാം നിഷ്കളങ്ക പരിശുദ്ധയായതുകൊണ്ടാണ്, നല്ലവളായതുകൊണ്ടാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുന്നതെന്ന്. അതോടൊപ്പം സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ എന്ന് ദൂതൻ ആശംസിക്കുമ്പോൾ നമ്മൾ ആ ചിത്രം കാണണം. മാതാവിൻ്റെ ഉദരത്തിൽ ഈശോ ഉണ്ടാവാൻ പോവുക എന്ന് പറഞ്ഞ് ദൂതൻ വന്ന് ആ സദ്വാർത്ത കൊടുക്കാനായിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചിറകുകളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ആ ആശംസ പറയുന്നത് നമ്മൾ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പം കാണണം. അതുപോലെ തന്നെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നത് നമ്മൾ ഒറ്റയ്ക്കിരുന്നല്ല ചൊല്ലുന്നത്. നമ്മൾ ഈ പിക്ചർ ഇമാജിൻ ചെയ്ത് നമ്മൾ ഈ മാലാഖയുടെ കൂടെയാണ്, ഈ ദൂതൻ്റെ കൂടെയാണ് നമ്മൾ മാതാവിനോട് ഈ ആശംസ ഇങ്ങനെ പറയേണ്ടത്. നന്മ നിറഞ്ഞ മറിയം എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലി കേൾപ്പിക്കേണ്ടത്.
അപ്പോൾ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. കർത്താവ് അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ ഉദരത്തിലുണ്ട്. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ലോകത്ത് എത്രയോ സ്ത്രീകളുണ്ട്, അതിനകത്ത് ഏറ്റവും ബ്ലെസ്ഡ് ആണ് മാതാവ്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പം വയറ്റില് ഉദരത്തിൽ ഉത്ഭവിച്ച മോന് അത് ഈശോ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഈ ലോകത്ത്. അങ്ങനെ ഞാൻ ചേട്ടന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ദൂതൻ്റെ കൂടെ പറയണം കേട്ടോ, ഇത് ഇമാജിൻ ചെയ്യണം, ഈ ദൂതൻ വന്ന് പറയുന്നതൊക്കെ ഇമാജിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ പരിശുദ്ധ മറിയമേ ചൊല്ലുമ്പം നമ്മൾ കാണണം മാതാവിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള മുഖം ഏതാണെന്ന് ചേട്ടൻ ഓർത്ത് കേട്ടോ. ചേട്ടൻ 1-2 മാതാവിനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള മാതാവിനെ കണ്ടുകൊണ്ട് വേണം പരിശുദ്ധ മറിയമേ ചൊല്ലാനെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. നേരിൽ ഇങ്ങനെ കാണുന്നതായിട്ട് കണ്ടുകൊണ്ട് ചൊല്ലാൻ പറഞ്ഞു. പരിശുദ്ധ മറിയമേ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മാതാവ് എത്രമാത്രം ശുദ്ധയാണെന്ന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനുള്ള, ഒരു പ്രാർത്ഥന കൊടുക്കാനുള്ള യോഗ്യത തന്നെ മാതാവിനുണ്ട്. തമ്പുരാൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഈശോയുടെ അമ്മയാണ്. അമ്മയോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മോനും അത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും വിശുദ്ധരായതുകൊണ്ട് ഉറപ്പായും റിസീവ് ചെയ്യും. തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പാപിയാണെന്ന് നമ്മൾ ഏറ്റുപറയണം. ആ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ വേണം, ആ ഒരു എളിമത്വം നമ്മുടെ ഉള്ളിൽ വേണം. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ ഉള്ളിൽ ഒരു ദിവസം ചിന്തയിൽ പോലും ആയിട്ടാണെങ്കിൽ പോലും ഇച്ചിരി നിസ്സാര പാപം പറ്റിപ്പോകുന്നുണ്ടല്ലേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഈ മാതാവിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുഖം കണ്ടുകൊണ്ട് വേണം ചേട്ടൻ പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ രഹസ്യം ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്തു കേട്ടോ. ഇങ്ങനെ ക്ഷമിക്കാനായിട്ടൊക്കെ ചേട്ടൻ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ച്, ചേട്ടനോട് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരോട് പുറത്ത് അവരെ അനുഗ്രഹിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തു. രണ്ടാമത്തെ മഹിമയുടെ രഹസ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഭാര്യയുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഭാര്യയോട് ക്ഷമിക്കാനും അനുഗ്രഹിക്കാനും ഭാര്യയുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ മൂന്നാമത്തെ രഹസ്യമായപ്പം എനിക്ക് ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ സങ്കടം കൊച്ചു പോയതിലാണ്. അപ്പോൾ കൊച്ചിൻ്റെ കാര്യം പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം മൂന്നാമത്തെ രഹസ്യം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ പറ്റി ആണല്ലോ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതിനെ പറ്റിയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രസൻസ് ഇപ്പം വേണമെന്ന്, അഭിഷേകം ഇപ്പം വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ചേട്ടന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ചേട്ടനെ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ രഹസ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടൊക്കെ വേണം ചെയ്യാൻ. ഈശോ വന്ന് തലയെ കൈവച്ച് മധ്യസ്ഥം സ്വീകരിച്ച് ഈശോ വന്ന് തലയെ നമ്മുടെ കൈവച്ച് നമുക്കതിനുള്ള കൃപ തരുന്നത്, നമ്മുടെ പ്രാർത്ഥന കേട്ട് അതിൻ്റെ ഉത്തരം നിയോഗം ആ കൃപയായിട്ട് തരുന്നതായിട്ട് ചേട്ടൻ കാണണം എന്ന് ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മൂന്നാമത്തേത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, അതൊക്കെ കാണിച്ചു തരും ഉറപ്പായിട്ടും. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ സങ്കടമല്ലാതാവും, അതൊരു നന്മയ്ക്കായിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ രഹസ്യം ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞ് മൂന്നാമത്തെ രഹസ്യം ചൊല്ലി ഒരു 7ാമത്തെ നന്മ നിറഞ്ഞ മറിയായപ്പോഴത്തേക്കും ചേട്ടൻ അവിടുന്ന് അനങ്ങുന്നില്ല, കണ്ണും തള്ളി ഇരിക്കുക. ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ്റെ രോമമൊക്കെ പൊങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ഓർത്ത് ചേട്ടൻ ശ്രദ്ധിക്കാനായിട്ടാണോ എന്ന് ഓർത്തിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലേ, എന്നെ ഓർത്തോണ്ടിരിക്കുക, ഞാൻ പറഞ്ഞില്ലേ ഇമാജിൻ ചെയ്യുന്നുണ്ടോ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേട്ടൻ ചാടി ഏറ്റിട്ട് എൻ്റെ അടുത്തിട്ട് വന്നിട്ട്
വന്നിട്ട് കാലെ വീണ് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സ്വരം കേട്ടു, എന്നോട് എണീറ്റ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്കൂടി അങ്ങ് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്കൂടി അങ്ങ് ഭയങ്കര ഇതായിപ്പോയി കേട്ടോ. അപ്പോൾ എൻ്റെയും കണ്ണീർ നിന്ന് വെള്ളം വരാൻ തുടങ്ങി, ചേട്ടനും കരയാൻ തുടങ്ങി, ചേട്ടൻ്റെ കാലെ പിടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ വേണ്ട, ദൈവമായിട്ട് എന്നെ ഇവിടെ എത്തിച്ചതാ. അപ്പോൾ ഞാൻ ഓർത്തു കേട്ടോ, ഞാൻ പള്ളിയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയ കാര്യം, ഈശോയെ അങ്ങയുടെ പദ്ധതിക്ക് അനുസരിച്ച് എന്നെ നയിക്കണേന്ന്. ഈശോയുടെ പദ്ധതിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അനുഗ്രഹമാകും, മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ടും അനുഗ്രഹമാകും. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ നിന്ന് കരയാനായിട്ടൊക്കെ തുടങ്ങി. എന്നിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ ഒരു സ്വരം മാത്രം ക്ലിയർ ആയിട്ട് കേട്ടെന്ന് പറഞ്ഞു, നീ എണീറ്റ് നിൻ്റെ വീട്ടിൽ പൊക്കോളാൻ. അപ്പോൾ അത്രയും കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അതിൻ്റെ അകത്തൊന്ന് ബാക്കി ഉൾക്കാഴ്ചയും കിട്ടി. അതായത് അപ്പനും അമ്മയ്ക്കും, തള്ളി പറഞ്ഞ അപ്പനും അമ്മയ്ക്കും ഒന്നും നിന്നോടിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ വീട്ടിൽ പൊക്കോ, അവർ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ചേട്ടൻ നിശ്ചയിച്ചു. എങ്ങോട്ടാണ് പോകേണ്ടിയെന്ന് അറിയത്തില്ലാതിരുന്ന ചേട്ടൻ നിശ്ചയിച്ചു. ചേട്ടൻ തള്ളി പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്നൊരു തീരുമാനം എടുത്തു. ആ ചേട്ടൻ ഞങ്ങളൊരു സ്വരവും കേട്ടു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അടുത്ത 2 രഹസ്യവും, ഒരു രഹസ്യം കൊച്ചിന് വേണ്ടിയിട്ടും ചൊല്ലി, ഒരു രഹസ്യവും കൂടി ചൊല്ലിയിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചപ്പം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത്രയും സംഭവം അവിടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആൺപിള്ളേരെല്ലാം കൂടി വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല മോളെ, നമുക്ക് അപ്പുറത്തേക്ക് മാറിയിരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് എടുക്കാൻ സഹായിക്കുന്ന ചേട്ടനാണ്. അങ്ങനെ അപ്പുറത്തോട്ട് മാറിയിരുന്നു. അപ്പോൾ എനിക്ക് ലുത്തിനിയായും കൂടി കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ പറഞ്ഞു, ഒന്നാമതേ ചേട്ടൻ ഇങ്ങനെ മടി പിടിച്ചായിരുന്നു ഇരുന്നത്. എൻ്റെ ഒരു വാശിപ്പുറത്താണ് ഇത്രയും കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ ഞാൻ ആഹാരം അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ എന്നെ ബാറിലേക്ക് കയറ്റി. അപ്പോൾ ഞാൻ അവിടുന്ന് കുടിച്ചിട്ടാണ് വന്നേ, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ക്ഷീണവും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാകുന്നേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എനിക്കൊന്ന് മയങ്ങണം, അതാ ഞാനിങ്ങനെ ഈ ഉറക്കം വരുന്ന പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ചേട്ടൻ പറഞ്ഞു, അവിടെ കിടന്നിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ചേക്കണം, ഞാനിവിടെ കിടക്കുവാന്ന്. പക്ഷേ ചേട്ടൻ ഇവിടെ കിടന്നെങ്കിലും ഓരോ വ്യക്തി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചേട്ടൻ എണീറ്റെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ആരാ വന്നേ ഉപദ്രവിക്കാനാണോ എന്നുള്ള രീതിയിൽ ചേട്ടൻ എണീറ്റ് നോക്കുന്നുണ്ടായിരുന്നു. ചേട്ടന് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. ഇത്ര സംഭവം അവിടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ 10:30 വരാനുള്ള ട്രെയിൻ ആയിരുന്നല്ലോ, അത് 4-5 മണിക്കൂർ ഡിലേ ആയപ്പോഴത്തേക്കുമാണ് എനിക്ക് പേടിയായിരുന്നു, നാട്ടിൽ പോകുന്നത് ഇനി വെറുതെ ആവുമോ, പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഈ കൃത്യ സംഭവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ വന്നു എന്നുള്ളതാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരു 2-3 മാസം മുമ്പ് ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും ഒരു കൊച്ചിനിക്ക് ജപമാല തന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ജപമാലയൊക്കെ ഉണ്ട്, എന്തിനു വാങ്ങിക്കുന്നതാണെന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു. പക്ഷേ ആ ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് ആ ബാഗിലേക്ക് അങ്ങ് ഇട്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പം പോകാൻ നേരത്ത് എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ജപമാല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇത് ജപമാല എന്ന് പറഞ്ഞിട്ട് ചേട്ടന് കൊടുത്തു കേട്ടോ. ചേട്ടൻ സന്തോഷപൂർവ്വം വാങ്ങിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ചൊല്ലണ്ടി എങ്ങനെയാണെന്നൊക്കെ, മണികളിൽ കൂടി ചൊല്ലണ്ടി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു ഷോർട്ട് ഇൻ്റർവെല്ലിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്രെയിൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ചേട്ടനാണ് എൻ്റെ ലഗേജൊക്കെ ചുമക്കുന്നത്. ആദ്യം ചേട്ടൻ ഒരു ലഗേജ് എടുത്തുകൊണ്ട് പോയി. ഓടിയിട്ടും എത്തുന്നില്ല. ചേട്ടൻ ജനറലിലാണ്, ഞാൻ സ്ലീപ്പറിലാണ്. എന്നെ കൊണ്ടാക്കിയിട്ട് വേണം ചേട്ടൻ്റെ സീറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ ഓടിയിട്ട് എത്തുന്നില്ല. എന്നിട്ട് ചേട്ടൻ എൻ്റെ കയ്യിലിരുന്ന വേറൊരു ലഗേജും കൂടി പിടിച്ച് ഓടിക്കൊണ്ടേ ആക്കി ടാറ്റയൊക്കെ തന്ന് ചേട്ടൻ പോയി. ചേട്ടന് എൻ്റെ പേരെന്താന്ന് പോലും ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, തമ്പുരാൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കും അനുഗ്രഹമാകും, മറ്റുള്ളവർ നമുക്കും അനുഗ്രഹമാകും. അതോടൊപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒത്തിരി ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഈശോയോട് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ആര് ചുമക്കും, കർത്താവ് എങ്ങനെയും ഒന്ന് അവിടെ വരെ എത്തിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഓട്ടോ സ്റ്റാൻഡ് വരെ, ഒത്തിരി നടക്കാനുണ്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട്, അവിടം വരെ എത്തിച്ചത്. അവിടുന്ന് ഓട്ടോ കയറി മംഗലാപുരത്തെത്തി. എങ്ങനെയോ ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇതെത്തിച്ചു ലഗേജ്. ട്രെയിൻ വരുമ്പോൾ ഇതെല്ലാം വലിച്ചുകൊണ്ട് ഓടാൻ എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു, അത് ഈ ചേട്ടൻ എത്തിച്ചു തന്നു. അപ്പോൾ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ലഗേജിൻ്റെ കാര്യം. അതും എനിക്ക് ആ ഈശോയുടെ പദ്ധതിക്ക് അനുസരിച്ച് പോയപ്പം ഞാൻ ആ ചേട്ടനും ഒരു അനുഗ്രഹമായി, ചേട്ടൻ എനിക്കും ഒരു അനുഗ്രഹമായി.